ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ വേറൊരു ഡൗട്ടാണ് കുഞ്ഞുങ്ങൾക്ക് എപ്പം മുതൽ നമ്മൾ വെള്ളം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നത്. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട്, ജ്യൂസ്, അതായത് ഉണക്ക മുന്തിരിങ്ങയുടെ ജ്യൂസ് കൊടുക്കാവോ, കോൺസ്റ്റിപ്പേഷനൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത് കൊള്ളാവോ, അതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളം ഇടയ്ക്ക് ഒന്നോ രണ്ടോ സ്പൂണ് വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ, ഇങ്ങനത്തെ കുറേ ഡൗട്ട്സുകൾ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും പറയുന്നത് തന്നെയാണ്, 6 മാസം വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ WHO റൂൾ അനുസരിച്ചും 6 മന്ത്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമായിരിക്കണം. എന്തെങ്കിലും ഒരു ഓപ്ഷണൽ കണ്ടീഷൻ ഉണ്ട്, അതായത് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കുടിക്കാനായിട്ട്, അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും മെഡിക്കലി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മാത്രം നമ്മുടെ പീഡിയാട്രീഷ്യൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നമുക്ക് ഫോർമുല കൊടുക്കാവുന്നതാണ്. അത് അവർ പറയുന്ന രീതിയിൽ, അവർ പറയുന്ന അളവിൽ, അവർ പറയുന്ന ml അനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ അതല്ല, ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. മുലപ്പാലിൽ തന്നെ കുഞ്ഞിന് ആവശ്യമായ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് 2 to 3 hours ഫീഡിങ് നല്ല പ്രോപ്പർ ആയിരിക്കണം. ആദ്യത്തെ ന്യൂബോൺ ടൈമിലേക്ക് ഒരു 2 month 3 month ഒക്കെ ആവുന്ന സമയത്താണ് കുഞ്ഞുങ്ങൾ ഡിമാൻഡിങ് ഫീഡിലോട്ട് പോകുന്നത്. അവർ കരയുന്ന സമയത്തെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഡിമാൻഡിങ് ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. 6 മാസം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ സോളിഡ് ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യുക, വീനിങ്, റാഗി പോലത്തെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക. അതിനോടൊപ്പം നമുക്ക് കുഞ്ഞിന് 1-2 സ്പൂണ് വെച്ച് വെള്ളം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം കുറച്ചൊരു കട്ടിയേറിയ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ കൂടാനും അതുപോലെ തന്നെ ഡൈജഷൻ ഒരു ഈസി ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നു. അതും നമ്മൾ ഇത്ര ml എന്ന് സ്റ്റാർട്ടിങ് നമ്മൾ പറയുന്നില്ല. ഗ്രാജുവലി നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി നമുക്ക് കൊണ്ടുവരേണ്ടതാണ്. മാത്രമല്ല, നമ്മൾ ഈ മുലപ്പാൽ കൊടുക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ വെള്ളവും കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിന് മുലപ്പാൽ കുടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറയാനും അത് കുടിക്കാതിരിക്കാനും, മാത്രമല്ല ഈ വെള്ളം മാത്രം കുഞ്ഞുങ്ങൾ കുടിക്കാനുമുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മുലപ്പാലിൽ തന്നെ വെള്ളവും കൂടെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് കുഞ്ഞിന് പാലിനോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കുഞ്ഞിന് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ജനറൽ അവയർനെസ് എന്ന രീതിയിൽ തന്നതും. വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ടാറ്റാ.